ഡങ്കി ഈസ് എ സ്വീറ്റ് ആൻഡ് സിമ്പിൾ മൂവി. ഒറ്റവയ്ക്ക് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമയാണ്. സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഡോങ്കി ഫ്ലൈറ്റ്സിനെ പറ്റിയാണ്. പഞ്ചാബിലുള്ള ഒരു കൂട്ടം യുവാക്കളുടെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ അതിനെ പറ്റിയാണെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. ആൻഡ് അതിനെ ഭയങ്കര പ്ലസൻ്റായും പ്രിഡിക്റ്റബിൾ ആയിട്ട് തന്നെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്കൊരു പ്രോപ്പർ സാറ്റിസ്ഫൈങ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫീൽ തരുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് ആണ് സിനിമ സമ്മാനിക്കുന്നത്. ആൻഡ് ഇതിലെ തുടക്കം മുതൽ അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇത് എവിടെ പോയി അവസാനിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ സീൻ ബൈ സീൻ അടുത്ത സീൻ എന്തായിരിക്കും, തൊട്ടടുത്ത സീൻ എന്തായിരിക്കും എന്നൊക്കെ ഓരോ സീൻ കഴിയുമ്പോൾ നമുക്ക് അറിയുമെങ്കിലും സിനിമയിൽ ആ ഒരു ക്യാരക്ടേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു മൂവി. ആൻഡ് ഇവരുടെ പെർഫോമൻസിനെ പറ്റിയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. കിടിലൻ സ്റ്റെല്ലാർ പെർഫോമൻസ് ആണ്. ആൻഡ് ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ മേക്കപ്പാണ്. ഈ വയസ്സായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അവരിൽ. അതിൽ തന്നെ പ്രത്യേകിച്ച് ഷാരൂഖ് ഖാൻ്റെ മേക്കപ്പ് അടിപൊളി. സോ ഈ സിനിമ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ് തരുന്നുണ്ടെങ്കിലും, അതായത് കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫൺ എക്സ്പീരിയൻസ് നൽകുന്നുണ്ടെങ്കിലും ആസ് എ രാജ്കുമാർ ഹിരാനി മൂവി എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസ് എനിക്ക് പറയാനുണ്ട്. അതായത് ഇദ്ദേഹത്തിന് മറ്റ് സിനിമകൾ ഇപ്പോൾ മുന്നാബായി MBBS അല്ലെങ്കിൽ ഇപ്പോൾ 3 Idiots അല്ലെങ്കിൽ PK ഈ സിനിമകളെ വെച്ചൊക്കെ ഈ ചിത്രം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ദ വീക്കസ്റ്റ് രാജ്കുമാർ ഹിരാനി മൂവി. കാരണം ഇതൊരു ഈ സിനിമയുടെ നെഗറ്റീവ് അല്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതും സിനിമ കാണാതിരിക്കാനുള്ള ഒരു കാര്യമായിട്ട് നിങ്ങളെടുത്ത് ഈ സിനിമ കാണാതിരിക്കരുത്. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടുപോക്കി എങ്ങനെ പോലും ഇഷ്ടപ്പെടും. ഞാനിത് പറയുന്നത് സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ്. സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദിസ് ഈസ് നോട്ട് എ മെമ്മറബിൾ മൂവി ആസ് ഹിസ് പ്രീവിയസ് വർക്ക്സ്. കാരണം അത്ര മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇതിൽ ഒരു സീൻ പോലും ചിലപ്പോൾ നമ്മൾ വീടെത്തി കഴിയുമ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ കണ്ടിരിക്കുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇതും കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കാണുക. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിലൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സിനിമയെ ഈ മെമ്മറബിൾ ആക്കുന്ന ഇപ്പോൾ പെട്ടെന്ന് 3 Idiotsൽ ഏതെങ്കിലും സീൻ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഓർമ്മ വരും. PK ഓർമ്മ വരും. കാരണം അതിലൊക്കെ ക്യാരക്ടേഴ്സ് അത്രയും വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിൽ ക്യാരക്ടർ വെൽ റിട്ടൺ തന്നെയാണ്. പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. അതിൻ്റെ ഒരു നറേഷൻ പാറ്റേണിലായിരിക്കും അല്ലെങ്കിൽ സീൻ ബിൽഡിങ്ങിലൊക്കെ തന്നെ ഈ ഒരു തറവായിട്ട് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുന്ന വിഷ്വൽസോ അല്ലെങ്കിൽ മനസ്സിൽ പതിയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കുറവാണ് കമ്പയർഡ് ടു മറ്റ് സിനിമകൾ വെച്ച് തന്നെ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം പറയണ്ടേ, ആറ്റ്സ് എ രാജ്കുമാർ ഹിരാനി മൂവി ഇത് അത്ര മെമ്മറബിൾ അല്ലാത്ത, നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന, ഇത് അദ്ദേഹത്തിന് തന്നെ ഫിലോഗ്രാഫിയിൽ ഒരു മൂവി തന്നെയാണോ എന്ന് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ മറന്നു പോകുന്നൊരു രീതിയുള്ളൊരു സിനിമയാണ്. പക്ഷെ സ്റ്റിൽ സിനിമ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമ എനിക്കും പേഴ്സണലി ഇഷ്ടമായി. സിനിമ എൻ്റെ കൂടെ വന്നവർക്ക് ഇഷ്ടമായി. എല്ലാവർക്കും സിനിമ കണ്ട എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ആസ് എ രാജ്കുമാർ ഹിരാനി മൂവി ഈസ് അൺമെമ്മറബിൾ. നമ്മൾ പെട്ടെന്ന് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ സിനിമ ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ. ബട്ട് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഹാർഡ് കോർ സബ്ബാണ്, അതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന സബ്ബാണ്. സോ അത് എല്ലാ തിയേറ്റേഴ്സിലും ഉണ്ട് തന്നെയാണ് എൻ്റെ തോന്നൽ. ഞാൻ കണ്ട തിയേറ്ററിലുണ്ടായിരുന്നു. സോ നിങ്ങൾ കണ്ട തിയേറ്ററിൽ ഹാർഡ് സബ്ബോ അല്ലെങ്കിൽ സബ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഐ തിങ്ക് എല്ലാ സബ്ബും അല്ലെങ്കിൽ എല്ലാ തിയേറ്റേഴ്സിലും അവർ സബ്ബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. സോ SRK ഹിരാനെ കോമ്പോയിൽ വന്നിട്ടുള്ള ഈ സിനിമയിൽ ഇപ്പോൾ SRKയുടെ ഒരു ക്യാരക്ടർ ഞാൻ പറയുന്നത് ഇപ്പോൾ അമീർ ഖാൻ്റെ ക്യാരക്ടേഴ്സിന് കിട്ടിയ പോലെ അല്ലെങ്കിൽ സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറിന് കിട്ടിയ പോലെ തന്നെ ഒരു മെമ്മറബിൾ ക്യാരക്ടറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഈ സിനിമയിൽ പറ്റിയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇറ്റ്സ് എ വെരി ഗുഡ് ക്യാരക്ടർ. പക്ഷേ അത്രയും സ്പേസ് ഉണ്ട്, അത്രയും ടൈം കിട്ടിയിട്ടും നമ്മൾ അത്ര അങ്ങനെ ഇൻവെസ്റ്റ് ആവാതെ നമുക്കിപ്പോൾ ഒരു ക്യാരി അവേ അല്ലെങ്കിൽ ടേക്ക് അവേ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതില്ലാത്ത കുറച്ച് പ്ലെയിൻ ആയി പോയാൽ എന്നാൽ കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു സിനിമ തന്നെയാണ്. സോ തീർച്ചയായിട്ടും സിനിമ കണ്ടുപോക്കുക, എങ്ങനെ പോലും ഇഷ്ടപ്പെടും. അധികം കോമഡി ഒന്നുമില്ല, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള സാധനങ്ങളാണ് സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നത്. സോ പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. പക്ഷേ ആസ് എ ഫിലിം ലവർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഫിലിമോഗ്രഫി ഇഷ്ടമായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇറ്റ്സ് നോട്ട് എ മെമ്മറബിൾ വൺ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ സ്റ്റിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ചിത്രം തന്നെയാണ്. സോ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടുപോക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണാം. നന്ദി.